അച്ഛനെ പോലെ തന്നെ കുഞ്ഞിനും ബിസിനസിനെ പറ്റി മാത്രമേ ഉള്ളൂ ചിന്ത. അച്ഛൻ മരിച്ചപ്പോ ചുമതലകൾ ഏറ്റെടുക്കാൻ കുഞ്ഞേ ഉണ്ടായുള്ളൂ, ശരിയാ. പക്ഷെ എന്ന് കരുതി സ്വന്തം ജീവിതത്തെക്കുറിച്ച് പാടെ അങ്ങോട്ട് മറന്നാലോ? ഞാനിവിടെ വരുമ്പോ കുഞ്ഞ് ചെറുപ്പാ, അന്ന് തൊട്ട് കാണുന്നതാ. എല്ലാം ഉണ്ടായിട്ട് എന്താ പ്രയോജനം? ജീവിതത്തിൽ ഒരു കൂട്ടുണ്ടോ? ഓർത്തു നോക്കുമ്പോ എനിക്ക് സങ്കടം തോന്നുന്നു. സത്യത്തിൽ കുഞ്ഞിനെ കണ്ടാൽ വലിയ പ്രായമൊന്നും തോന്നിക്കില്ല, ഒന്നിനും അങ്ങോട്ട് വൈകിട്ടുമില്ല. മനസ്സ് വച്ചാൽ ഇപ്പോഴും ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ വരുമ്പോ കുഞ്ഞ് ചെറുപ്പാ, അന്ന് തൊട്ട് കാണുന്നത്. എല്ലാം ഉണ്ടായിട്ട് എന്താ പ്രയോജനം? ജീവിതത്തിൽ ഒരു കൂട്ടുണ്ടോ? ഓർത്തു നോക്കുമ്പോ എനിക്ക് സങ്കടം തോന്നുന്നു. Good morning. Good morning. Good morning. Good morning. Good morning. Morning. Good morning. Good morning. നമസ്കാരം. Good morning. കുഞ്ഞ് എന്നെ വിളിച്ചാവോ? ഇല്ലല്ലോ. എനിക്ക് തോന്നി വിളിച്ചു. സത്യം പറയട്ടെ കുഞ്ഞെ, ഇപ്പോ ഈ രൂപത്തിൽ കുഞ്ഞിനെ കാണുമ്പോ മനസ്സിന് എന്തൊരു തണുപ്പാണെന്നറിയാം. ഇനി ആ കഴുത്തിലൊരു താലിമാലയും കൂടെ കണ്ടാൽ സമാധാനായി. ഈ പ്രായത്തിൽ ഇനി അതൊക്കെ മോഹിച്ചിട്ട് എനിക്കിത് കേൾക്കുമ്പോഴാ ഈ കാര്യത്തിന് മാത്രം പ്രായം ഒരു പ്രശ്നമല്ലെന്നേ. കുഞ്ഞൊരു വാക്ക് എന്നോട് പറഞ്ഞാൽ മതി, ബാക്കി കാര്യം ഈ അനന്തപത്മനാഭയ്യർ ഏറ്റു. എന്റെ അറിവിൽ ഒരാളുണ്ട്, ഭാര്യ നേരത്തെ മരിച്ചു, 2 കുട്ടികൾ മാത്രം. തങ്കപ്പെട്ട സ്വഭാവം, ഇടത്തരക്കാരാണെങ്കിലും മനസ്സുകൊണ്ട് വലിയവർ. ഒത്ത തടി, ഒത്ത പൊക്കം, നല്ല തേജസ്സുള്ള മുഖം. വേറെ ആരുമല്ല, നമ്മുടെ ഉണ്ണിയുടെയും രാജുവിന്റെയും ഫാദറാ. ആ പിന്നെ ഞാൻ ഈ പറയുന്നതിന്റെ പിന്നിൽ മറ്റൊരു ഉദ്ദേശവും കൂടി ഉണ്ട്. ഉണ്ണിയും രാജുവും നമ്മുടെ കുട്ടികളാ. നമ്മുടെ ബിസിനസിന്റെ ലൈനും അവർക്കറിയാം. നാളെ ചുമതല ഏൽപ്പിക്കാൻ പറ്റിയവരെ ഇപ്പോഴേ കണ്ടുവയ്ക്കുന്നതും ബുദ്ധിയാ. നമുക്കൊരു സവടം വരെ ഒന്ന് പോവാൻ. ഈ പ്രായത്തിൽ ഇനി എനിക്ക് കല്യാണമോ? ക്ഷോഭിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. കൃഷ്ണനായർ സാറും കേട്ടിരിക്കുകയായിരുന്നല്ലോ. ഗോവിന്ദൻകുട്ടിക്ക് അതിനും വേണ്ടി പ്രായമോ മറ്റായോ? ഇല്ലല്ലോ. അവർക്കും അത്രയധികം പ്രായമൊന്നും ആയിട്ടില്ല. നല്ല തങ്കപ്പെട്ട സ്വഭാവം. അല്ല, സ്വാമി പറയുന്നതിൽ കാര്യമുണ്ട്. അച്ഛൻ എന്താണ് ഈ പറയുന്നത്? കല്യാണം വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ കഴിക്കുമായിരുന്നില്ലേ? അന്ന് അച്ഛൻ കല്യാണം കഴിക്കായിരുന്നത് ഞങ്ങളുടെ നന്മയെ ഓർത്തിട്ടായിരുന്നു. ഇപ്പൊ അവർ വളർന്നില്ലേ ഗോവിന്ദൻകുട്ടിയെ? അത് തന്നെയുമല്ല, അച്ഛൻ ഇപ്പൊ കല്യാണം കഴിക്കണമെന്ന് പറയുന്നതും ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാ. നിന്റെ ഈ കല്യാണം നടന്നാൽ ഉണ്ണിയുടെ കല്യാണം നടത്താൻ വല്ല വിഷമമുണ്ടോ? 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ 1 റുപ്യ പോലെയല്ലേ?
മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ത്യാഗമായിട്ട് അങ്ങോട്ട് കണക്കാക്കുക. കോയിന്നുകുട്ടി, താൻ ആദ്യം ആ കാഷായ വസ്ത്രമൊക്കെ കൊണ്ട് അഴിച്ചു കളയാ. രാവിലെ ഒരു ദോശ കുറച്ച് കഴിക്കാൻ വന്ന ഈ അച്ഛൻ കേൾക്കത്തില്ല. ഇപ്പൊ പാന്റ് എത്ര ദോശ വലിച്ചു കേൾക്കുന്ന രാവിലെ. അയ്യോ അങ്ങനെയല്ല അങ്ങനെയല്ല, ഒന്ന് വേഗം ഇടാ. അങ്ങനെ തല തല. നമസ്കാരം. വന്നാട്ടെ വന്നാട്ടെ. താങ്ക് യു. അങ്ങോട്ടിരുന്നാട്ടെ. പോയി കാപ്പി വിവരങ്ങളൊക്കെ സ്വാമി പറഞ്ഞു. ഇതിൽ കൂടുതലൊരു സന്തോഷം ഉണ്ടാവാനില്ല. മേഡം കാപ്പി. മാഡം എന്തിനാ വിളിക്കുന്നത്? അമ്മേന്ന് വിളിക്കൂ. ആളെനക്കം ഇല്ലാതെ വീർപ്പ് മുട്ടി കഴിയായിരുന്നു ഇവിടെ. എനിക്ക് എത്ര സന്തോഷമായെന്നറിയാമോ? ഇനി എല്ലാരും ഇവിടെ തന്നെ താമസിക്കണം. ഈ അടുക്കളപ്പണിയിൽ നിന്നും അറ്റാ ഗ്ലാസ് എനിക്കൊരു മോചനം കിട്ടുകയാണല്ലോ. എന്റെ കാര്യം 1,00,000 രൂപയുടെ കാര്യമല്ലേ മോനെ? എനിക്കെല്ലാം അറിയാം. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ? ഒരു പ്രശ്നവുമില്ല. ഒന്നല്ല 2,00,000 രൂപ. ഇപ്പോഴോ? ചേച്ചി നീ കൊട്ടി എല്ലാ താളത്തിനും ഒരു തുള്ളി. ഇനിയും തടസ്സം പറഞ്ഞാലുണ്ടല്ലോ എന്റെ മട്ട് മാറും. ചേച്ചി പറയുന്നത് എന്തോ അനുസരിക്കാൻ തയ്യാറായി നിൽക്കല്ലേ ഉണ്ണേട്ടൻ. ഇതിൽ കൂടുതൽ ഇനി ചേച്ചിക്ക് എന്താ വേണ്ടത്? എല്ലാരും കൂടി എന്നെ ട്രാപ്പ് ചെയ്യുകയാണ്. ഞാൻ സമ്മതിക്കില്ല. എനിക്ക് അയാളെ വേണ്ട. എന്താടി അയാൾക്കൊരു കുറവ്? ചേച്ചിക്ക് എപ്പോഴും ചേച്ചിയുടെ കാര്യം മാത്രമേ ഉള്ളൂ. ചേച്ചിക്കറിയൂ, ഈ വിവാഹം നടന്നില്ലെങ്കിൽ എന്റെ ജീവിതം കൂടിയാ തകരുക. രാജന് വിവാഹം കഴിക്കണമെങ്കിൽ ഇത് നടന്നേ തീരൂ. എനിക്ക് വേണ്ടിയെങ്കിലും എന്റെ ചേച്ചി ഈ പിടിവാശിയൊന്നും മാറ്റില്ലേ?